വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വില്ലേജ് ജ്യൂസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. നമ്മൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാനിപ്പോൾ 1 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ ഉപ്പ്, ഒരു മുട്ട, പിന്നെ പഞ്ചസാര, ഒരു വെള്ളം, കുറച്ച് പാല്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാരയാണ് ഇടേണ്ടത്. അതും ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം. മുട്ട നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതിനകത്ത് മുട്ട ചേർക്കുന്നുണ്ട്. നമ്മൾ മുട്ട ചേർക്കുകയാണ്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ആ മുട്ട മാവിലേക്ക് യോജിപ്പിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാലില്ലേ, അത് ചേർക്കുകയാണ്. പാലും ചേർത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുട്ടയില്ലാത്തവർക്ക് പാല് നിർബന്ധമായിട്ടും ചേർക്കണം. ഞാൻ ചേർക്കുന്നുണ്ട്, രണ്ടും ചേർത്താലും കുഴപ്പമില്ല. അടുത്തത് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുക. നല്ല രീതിക്ക് കുഴച്ചെടുക്കുക. കണ്ടോ, നമ്മളിത് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കണേ. ഉണ്ടോ, ഇത്രയും നേരം നമ്മൾ പാത്രത്തിലിട്ടല്ലേ കുഴച്ചേ. ഇത് നേരെ ഇവിടെ ഇട്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ച് മാവൊക്കെ വലിച്ച് നീട്ടി കുഴക്കണം. നല്ല രീതിക്ക് തന്നെ കുഴക്കണേ. കയ്യിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കാം കേട്ടോ. അതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ വലിച്ച് വയ്ക്കണം. നല്ല രീതിക്ക് ഇങ്ങനെ വലിച്ച് കുഴച്ചിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് കുഴക്കണം. പക്ഷെ ഇതിനൊരു പരിവും കാണിക്കാം. നമ്മളിങ്ങനെ നല്ല സോഫ്റ്റായി. അതിനകത്ത് നമ്മൾ സൺഫ്ലവർ ഓയിൽ മാത്രമേ ചേർക്കാവുള്ളൂ. ഇങ്ങനെയാണ്. അതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ വരട്ടുക. കുറച്ച് മതി. നമ്മളെ ഇനി 10-15 മിനിറ്റ് നമ്മൾ നല്ല തുണി, ചെറു നനഞ്ഞ തുണിയില്ലേ, ചെറിയ നനഞ്ഞ തുണിയിട്ട് ഇത് മൂടി വെക്കണം. ഇത് കുറച്ച് മതി. അതിലേക്ക് നല്ല സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റൊക്കെ ആയി. ചുറ്റി നമ്മുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലുണ്ട്, അത് വെച്ച് ഇങ്ങനെ അടിയിലോട്ടൊക്കെ ചെറുതായിട്ട് നനഞ്ഞൊരു തുണി ഇങ്ങനെ വെക്കണം. 15 മിനിറ്റ് നമ്മളിങ്ങനെ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം, നല്ലപോലെ പ്രൂഫ് ആകാൻ വേണ്ടി. ഇത് നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് അതിന് തുണി മാറണം. നല്ല രീതിക്കായിട്ടുണ്ട്, പ്രൂഫായിട്ടുണ്ട്. കേട്ടോ, തുണി തന്നെ നല്ല കുഴിഞ്ഞു. നമ്മൾ ബോൾസ് ആക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ആ രീതിക്ക് കുറച്ച് എണ്ണ എടുക്കുക. ഇതിങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ കിട്ടുക. വണ്ടിയിലോട്ട് ഇങ്ങനെ വെച്ച് നല്ല രീതിക്ക് ബോളാവും. പോസ് ചെയ്യും. അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാവേ. ഇങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ എല്ലാം ഒന്ന് എണ്ണയൊക്കെ തേച്ച്, കുറച്ച് എണ്ണ മതി കേട്ടോ, ഒത്തിരി വേണ്ട. എണ്ണയൊക്കെ തേച്ച് വരണം. എന്നിട്ട് നമ്മുടെ നേരത്തെ തുണിയില്ലേ, നേരെ ഇതും ഒരു 15 മിനിറ്റ് വെക്കണം. ഇതിൻ്റെ മേളിൽ കൂടി കുറച്ച് എണ്ണയൊക്കെ, ഇല്ലെങ്കിൽ ഡ്രൈ ആകും. ഡ്രൈ ആയപ്പോലെ ഇടയ്ക്കൊക്കെ വന്ന് നോക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തേക്കണം കേട്ടോ.
5 മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുകയാണ്. ഇനിയും വീശാൻ വേണ്ടിയൊക്കെ പോവാണ്. നമ്മൾ പൊറോട്ട ഇങ്ങനെ സൈഡ് ഇങ്ങനെ കട്ടി കുറയ്ക്കണം. ഇങ്ങനെ കട്ടി സൈഡ് കട്ടി കുറയ്ക്കണം. നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം. കൈ ഈ 4 വിരൽ ഇങ്ങോട്ടും ഈ വിരൽ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ വെള്ളം അടിയിലത്തെ വെള്ളം അങ്ങനെ എടുക്കരുത്. ഏതിൽ കൂടെ തന്നെ നമ്മൾ ഇച്ചിരി എണ്ണ ഇതിനകത്ത് സ്പൂണിൽ കൊടുക്കാം. പൊടി മൈദ ഇങ്ങനെ ഇത് നമുക്ക് 3ആയിട്ട് ചെയ്യാം. 3ആയിട്ട് ഇത് കയറി ഇങ്ങനെ എടുത്തിട്ട് 2 വിരലാണെങ്കിൽ മതി. 2 വിരൽ ഇങ്ങനെ ചുറ്റി എടുക്കാം. അല്ലാത്ത രീതിയും കാണിച്ചു തരാൻ ചുറ്റുന്നത്. ഇങ്ങനെ ചുറ്റി അടുത്ത രീതി കാണിച്ചു തരാം. റോൾ ചെയ്ത് ഇതിങ്ങനെ എടുത്ത് നമ്മൾ മൊത്തം വീശുന്നതായിട്ട് കാണിക്കുന്നില്ല. എനിക്ക് ഒത്തിരി ലെങ്താകും. നമ്മൾക്ക് മൊത്തം വീശുന്നതായിട്ട് കാണിക്കുന്നില്ല. നമുക്കിത് 2 എണ്ണം ആക്കാം. എന്നിട്ട് ഇത് നല്ല ലെയറൊക്കെ വരാൻ വേണ്ടി ഇത് ഇതുപോലെ തന്നെ നമ്മൾ 19 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 19 എണ്ണം പ്രൂഫാകാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്കിത് വെക്കാം. ഇച്ചിരി എണ്ണ എടുക്കാം. എൻ്റെ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഡ്രൈ ആകാൻ നോക്കണം. ഇടയ്ക്ക് ഡ്രൈ ആകാൻ സാധ്യതയുണ്ട്. എണ്ണയൊക്കെ വരിഞ്ഞിട്ടേ നമുക്ക് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് അത് കൂടുതലായെന്ന് തോന്നുന്നു. നമുക്കിനി ഓരോന്ന് എടുത്ത് പരത്താം. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ നമുക്ക് പരത്താൻ വേണ്ടി ഇച്ചിരി എണ്ണ വെക്കാം. ഇത് തൊട്ടൊരു കുപ്പിയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ചെറുതെടുത്ത് അതുകൊണ്ട് നല്ല വലിയ ഇത് കിട്ടത്തില്ല. നമുക്കിനി ഇത് ചുട്ടെടുക്കാവേ. ഇതുണ്ടോ കളർ പയ്യെ മാറും. ഇവിടുത്തെ കളറെല്ലാം മാറും. സൈഡിലത്തെ കളർ മാറുമ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിടണം. ഈ സൈഡ് കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്യണം. നല്ല രീതിക്ക് ഇത് മെലിയുന്നുണ്ടാകുന്നുണ്ട്. നേരത്തെ ആയി കേട്ടോ. നമ്മൾ അടുത്ത് ഇട്ടതാണേ. സൈഡൊക്കെ നല്ല രീതിക്ക് ആകുന്നുണ്ട്. കളറൊക്കെ മാറി വരുന്നു. നമ്മൾ ഈ സൈഡ് ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്യില്ല കേട്ടോ. ഈ സൈഡാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തീ നേരത്തെ ഇച്ചിരി കുറച്ചായിരുന്നു വെച്ചാൽ അതുകൊണ്ടാണ് മൊരിയാൻ ഇച്ചിരി താമസം. കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആയി കേട്ടോ. നമുക്കിത് എടുക്കാം. നമുക്കിനി ഇത് അടിച്ചെടുക്കാം. നമ്മളിത് ആയിട്ടുണ്ട്. നമുക്കിത് അടിക്കാം. ഇങ്ങനെ അടിച്ച് എന്താ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നേരുള്ള പൊറോട്ട കേട്ടോ.
കാണിക്കാം. നമ്മൾ അടിച്ചില്ലായിരുന്നു, എയർ വിട്ട് വരുന്നത്.